സാർ, അല്ല ഈ സ്പെസിമെൻ കളക്ടറായി എന്നെ പരിഗണിച്ചൂടെ? നിങ്ങളെയോ? മിസ്റ്റർ, അത് തവളകളെയും പാറ്റകളെയും മണ്ണിരകളെയും പിടിച്ചോണ്ടുവരുന്ന ഏർപ്പാടാണ്. ഇത്രയും ഡിഗ്രിയുള്ള നിങ്ങൾ... ഇത്രയും ഡിഗ്രിയുള്ള ഒരാൾ തങ്ങളെ പിടിക്കുന്നത് തവളകൾക്ക് സന്തോഷമായിരിക്കും. ആർ യു സീരിയസ്? യെസ് സർ. ദെൻ ഓക്കെ, ഞങ്ങളുടെ കുട്ടികൾക്ക് കൃത്യമായ സ്പെസിമെൻസ് കിട്ടിയാൽ മതി. എണ്ണത്തിനനുസരിച്ച് കാശ് ചെയ്യാം. പക്ഷെ ഞാൻ മറ്റു കോളേജുകൾക്കും സ്പെസിമെൻസ് കൊടുക്കും. ഏതായാലും നനഞ്ഞിറങ്ങുന്നു. അത് ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സമയത്ത് സ്പെസിമെൻസ് കിട്ടിയാൽ മതി. താങ്ക് യു സർ. വീണ്ടും തോറ്റു. കഴിഞ്ഞ ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് ദയനീയമായ പരാജയം. എനിക്ക് ബലമായ സംശയം ഈ കളിക്കാരൊക്കെ കോള കുടിക്കുന്നോണ്ടാ ഇന്ത്യ സ്ഥിരമായി തോക്കുന്നുവെന്ന. കുടിക്കട്ടെ കുടിക്കട്ടെ. എടാ, എന്റെ കടയിൽ ഞാൻ എടുക്കുന്ന സോഡാ നാരങ്ങ വെള്ളത്തിന്റെ പാല് കെട്ടാൻ കൊള്ളുവോ ഇവന്റെയൊക്കെ ഒരു കോള കാരണം പാവപ്പെട്ടവരെ കുടിവെള്ളം തന്നെ കുട്ടി. പണക്കാർക്ക് കുടിക്കാൻ കോളയെങ്കിലും ഉണ്ട്. പാവങ്ങൾക്ക് പച്ചവെള്ളം പോലും ഇല്ലാതായി. ഗോവിന്ദപിള്ള ചേട്ടന്റെ മോരും വെള്ളത്തിന്റെ 7 അയലൊക്കെ നിൽക്കത്തില്ല. ഈ ഇവന്റെ ഒക്കെ ഒരു ഗോവിന്ദപിള്ള ചേട്ടോ ഒരു ഇഴുന്നോടെ കൂടി. എന്തിയേടാ നിന്റെ ഒരു കൂട്ടുകാരൻ ജോലിക്കെന്നും പറഞ്ഞ് പോയിട്ട് ഇപ്പൊ ആകെ കൂടി ഉറപ്പുള്ളൊരു കാര്യമാ ജോലിക്കാര്യം. ആർക്കും എപ്പോഴും കിട്ടാവുന്ന കാര്യം. ഓരോ ഉറപ്പ്. പിള്ളേച്ചനങ്ങനെ കളിയാക്കൊന്നും വേണ്ട. വിശ്വണ്ണ ഒരു പാവമായിട്ടല്ലേ ഇതുവരെ ജോലി കിട്ടാഞ്ഞത്. കളക്ടർ ഉദ്യോഗം വരെ കിട്ടാൻ യോഗ്യതയുള്ള ആളാ. MSc കാരനാ. ഓ, നിന്റെ ഒരു MSc, അതിലും വലിയ BSc കാരന് ഇവിടെ കിടക്കുന്നു. പിന്നെ നിന്റെ ഒരു ജോലി കിട്ടിയോ? അണ്ണനെ ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. ജോലി കിട്ടി. ജോലി കിട്ടിയേ അണ്ണന്, ജോലി കിട്ടിയേ. കോളേജ് പ്രൊഫസറായി ജോലി കിട്ടിയേ. പറയുന്നത് കേൾക്ക്. ഒന്നും പറയണ്ട, ചെലവ് ചെയ്യണം. എല്ലാവർക്കും ചായ എടുക്കട്ടെ വിശ്വാ. ചായ എടുക്ക് പോകുന്ന പിള്ളച്ചേട്ടാ. അണ്ണൻ കാശ് വന്നില്ലെങ്കിൽ ഞാൻ തരും. എല്ലാവർക്കും പരിപ്പ് വടയും പഴവും എന്താണെന്ന് വെച്ചെടുക്ക്. എന്താന്ന് വെച്ചാ കൊടുക്ക്. ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. ഇവർക്ക് വേണ്ടതൊക്കെ കൊടുക്ക്. കാശ് വാങ്ങണ്ട, ഞാൻ തന്നോളാം. എന്തായി ജോലിക്കാര്യം? ജോലിയൊക്കെ കിട്ടി. ആഹാ, അപ്പൊ ഇനി ട്യൂട്ടോറിയലിലേക്ക് വരില്ലായിരിക്കും? അതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. നൈറ്റ് ഡ്യൂട്ടിയോ? അതെ, പിടിക്കാൻ ചെല്ലുന്നത് രാത്രിയാവുമ്പോ തവളകൾക്ക് അത് കൂടുതൽ സൗകര്യമായിരിക്കും. വിശ്വൻ എന്തൊക്കെയാ പറയുന്നത്? അതെ, ജോലി കിട്ടി. സ്പെസിമെൻ കളക്ടർ എന്ന സ്റ്റൈൽ ആൻഡ് ഇംഗ്ലീഷ് പേരുള്ള തവള പിടുത്തം, കോൺട്രാക്ട് ബേസിസിൽ. ആ പോസ്റ്റിനല്ലല്ലോ വിളിച്ചിരുന്നത്. വിളിച്ചിരുന്നത് ആ പോസ്റ്റിനല്ല. വിളിച്ച പോസ്റ്റിലുള്ള പണം മുമ്പേ അവർ വീതിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു പ്രഹസനം. ഇന്റർവ്യൂ കാർഡ് വരുമ്പോ നമുക്കൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് സ്വപ്നം കാണാലോ. അപ്പോ വിശ്വൻ ജോലി സ്വീകരിച്ചു. ഇത്തരം ജോലികൾ ചെയ്യാനും സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ? സവർണർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തസ്തികകളിൽ നമ്മൾ ചെന്ന് ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അല്ല, അവിടെയും ചില പോസ്റ്റുകൾക്ക് സംവരണം ഉണ്ടാവും. അവരുടെ ഓഫീസ് മുറികൾ തൂക്കാനും കക്കൂസുകൾ കഴുകാനും ആള് വേണ്ടേ? പോയ കാര്യം എന്തായണ്ണ? പോയ കാര്യം ഒരു വൻ വിജയമായിരുന്നു. അവരുടെ സർട്ടിഫിക്കറ്റുകൾ ചുമ്മാ ഒന്ന് നോക്കിയുള്ളൂ. എന്നിട്ട് പറഞ്ഞു, മിടുക്കൻ, ഈ ജോലിക്ക് ഏറ്റവും അനുയോജ്യം താൻ തന്നെ. ഭാഗ്യം. അപ്പോ ഞങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു. ഫലിച്ചു, നന്നായിട്ട് ഫലിച്ചു. ഇനി നമുക്ക് അന്തസ്സായിട്ട് നാലാളോട് പറയാലോ ഞങ്ങളുടെ അണ്ണൻ കോളേജ് വാദ്യാരാണെന്ന്. അങ്ങനെ പറയണ്ട. കോളേജ് ലാബറട്ടറിയുമായി ബന്ധപ്പെട്ട ജോലിയാണെന്ന് പറഞ്ഞാൽ മതി. തവളകളെ അവിടെയാണല്ലോ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ഈ ജോലിയിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും. നല്ല ഇനം തവളകളെ കാണുമ്പോ എന്നെ വിവരം അറിയിക്കുക. ഞാൻ വന്ന് പിടിച്ചോളാം. അതാണ് എനിക്ക് കിട്ടിയ ജോലി.
മതിയടാ മതി, മര്യാദ വിളക്ക് ഇങ്ങോട്ട് കാണിക്കും. നടക്കട്ടെ നടക്കട്ടെ, ചാവുന്നതിന്റെ മുമ്പ് അവസാനത്തെ പരമാവധി പിടിക്കണം, കുട്ടികൾ ഏറെ ഉള്ളതാണ്. ഈ ലോകത്ത് തവളകളില്ലായിരുന്നെങ്കിൽ നമ്മൾ വെണ്ടിപ്പോയേ. തവള മാത്രമല്ല, മറ്റു പലതും ഇല്ലെങ്കിൽ നമ്മൾ ആകെ തെണ്ടിപ്പോയേനെ. ആരാണ് ആരാണത്? ഞങ്ങളാ. ഞങ്ങളെന്ന് പറഞ്ഞാൽ പേര് പറയടാ. ഉണ്ടേ, പക്ഷെ പറയാൻ പറ്റില്ല. എന്താടാ? അല്ല, പറഞ്ഞാ പിന്നെ പിള്ളച്ചേട്ടനെ അറിയും. അല്ല, അറിഞ്ഞാൽ എന്താണ്? നിങ്ങളൊക്കെ പിടികിട്ടാ പുള്ളികളാണോ? ഞങ്ങളാ കോയിന്ന പിള്ള ചേട്ടാ. എവിടെ പോകുന്നു ഈ രാത്രിയില്? കാശിക്ക്. എന്താ വരുന്നോ? മനസ്സിലായി മനസ്സിലായി. തവളകളെ പിടുത്തമാ പണി. പിള്ളേർക്ക് പഠിക്കാനാണെന്ന് ആ പറച്ചില്. കയറ്റുമതി ചെയ്യുന്നുണ്ടായിരിക്കും നീയൊക്കെ. അതെ, കയറ്റുമതി ചെയ്യുന്നുണ്ട്. ചുമ്മാതല്ല, രാത്രിയാവുമ്പോ കൊതുവിന്റെ ഒരു ശല്യം. ഉള്ള തവളകളെ എല്ലാം പിടിച്ചു തീർക്കുക. ഓ, കൊതുക് പെരുകും. പിള്ളച്ചേട്ടനായിട്ട് ചെന്നാട്ടെ. ദേ വീണ്ടും വിളക്ക് കാണിക്കുന്നു. സിഗ്നൽ ക്ലിയർ. പോട്ടെ പോട്ടെ, പച്ചക്കൊടി. കഷ്ടം, സങ്കടം തന്നെ ഇതിന്റെ കാര്യം. ദേ, ഇതിന്റെയൊക്കെ പ്രാക്ക് കിട്ടും. പ്രാക്ക് കിട്ടുന്നത് നമ്മക്കല്ല, ഇതിനെ കീറി മുറിക്കുന്ന പിള്ളേർക്കാ. അവരെ കൊണ്ടത് ചെയ്യിക്കുന്ന സാറന്മാർക്കാ. തുന്നാൻ തന്നിരിക്കുന്ന ചെരുപ്പേ വലിച്ച് ദൂരെ കളയേണ്ട സമയം കഴിഞ്ഞേ. ശരിയായിട്ടില്ല മോനെ. മിനിഞ്ഞാൻ തരാന്ന് പറഞ്ഞ അതാണ് എന്റെ ഷൂസ്. ഇത്തിരി പണി കൂടുതലായിരുന്നു മോനെ, നാളെ തരാം. ഇനി തരണ്ട, ഞാൻ വേറെ ഷൂസ് വാങ്ങിച്ചു. അത് താൻ എടുത്തോ. എടോ, ചെയ്യുന്ന പണിക്ക് ഒരു ആത്മാർത്ഥ്യമൊക്കെ വേണം. ചുമ്മാതല്ല താനൊന്നും രക്ഷപ്പെടാത്തത്. ഓ അച്ഛ. ഓ പോവാ. Frog lives in moist places, freshwater ponds and streams. Its limbs are suited for movements on land and in water. Frog, common name for an amphibian of the order that also includes toads. Frogs are native to all parts of the world except Antarctica. It's a cold-blooded creature like the fish, and its body temperature changes according to its surrounding temperature. സാർ, ഈ മാക്രികൾ ഇരപിടിക്കാൻ ഇറങ്ങുന്നത് പകലോ അതോ രാത്രിയോ? മാക്രികൾ ഇരപിടിക്കുന്നത് അവയ്ക്ക് വിശക്കുമ്പോഴാണ്. ഇരുവിടെ അവിടെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ടീച്ചറേന്ന് വിശ്വമാഷ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ അല്പം വൈകും. തകർത്ത് ക്ലാസ് എടുക്കല്ലേ. ഇഷ്ടപ്പെട്ട പോർഷനാണല്ലോ. വിഷുവിന്റെ സമയം കഴിഞ്ഞല്ലോ. അതിന് വിശ്വമാഷ് വന്നിട്ട് 10 മിനിറ്റിലായിട്ടുള്ളൂ. ഈ വിഷുവിന് എന്ന് ലേറ്റ് തന്നെ. അയ്യോ, അങ്ങനെ പറയല്ലേ ടീച്ചറെ. കഠിനാധ്വാനമല്ലേ. രാത്രി മുഴുവൻ പോക്രോ പോക്രോ പോക്രോ. പ്രിൻസിപ്പൽ റിസർച്ചിലാ. തവളകളുടെയും പാറ്റകളുടെയും ലോകം. ഈ പണിയൊന്ന് നിർത്തിക്കൂടെ? ഒരു ഗ്ലാമർ ഇല്ല അല്ലേ? അതല്ല, മുതൽ മുടക്കില്ലാത്ത ഒരു ബിസിനസിനും ഗ്ലാമർ ഇല്ല. ആൾക്കാര് കളിയാക്കുന്ന കാണുമ്പോ. ഒരു ഓഫീസ്, സ്റ്റാഫിന് യൂണിഫോം, തവളകളെയും മണ്ഡലുകളെയും സൂക്ഷിക്കാൻ പ്രത്യേക ഗ്ലാസ് സംവിധാനം. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പണിക്ക് കുറച്ചുകൂടെ ഗ്ലാമർ ഉണ്ടാക്കി എടുക്കാമായിരുന്നു അല്ലേ?
ഇന്ത്യയുടെ ഉപഗ്രഹം വീണ്ടും കടലിൽ. എന്നെങ്കിലും അത് പൊങ്ങൂടാ. നമുക്കൊക്കെ അറിഞ്ഞുകൂടാത്ത വിദ്യ ഉപയോഗിച്ച് മറ്റുള്ളവരെ പോലെ ആകാൻ ജാട പിടിക്കുന്നത് എന്തിനാ? ഒന്നുകിൽ വിദ്യ മൊത്തത്തിൽ കടമാകണം, അല്ലെങ്കിൽ പൂർണ്ണമായും പഠിക്കണം. എടാ, ഏത് വിദ്യയും വീണും താണും ഒക്കെ തന്നെയാ കിട്ടുന്നതും പഠിക്കുന്നതും. നിങ്ങളുടെ മുതലാളി ഇല്ലേടാ ആ വിശ്വനാഥൻ? അല്ല, അവനെ കണ്ടില്ലല്ലോടാ. എന്തിയടാ അവൻ? പുള്ളി ട്യൂട്ടോറിയൽ അല്ല, ഞങ്ങൾക്ക് ഇന്ന് ഡേയാ. കുറച്ച് മണ്ണിരകളെ പിടിക്കണം. വിശ്വണ്ണൻ ഇതൊക്കെ കൊടുത്തിട്ട് വേണം ഈ നാട്ടിൽ ഡോക്ടർമാരുണ്ടാവും. ചേട്ടൻ അയാൾ വല്ലതും തരാണ്. ഓ, അതല്ലെന്നേ. അറിഞ്ഞില്ലേ, നമ്മുടെ വിശ്വേട്ടന്റെ അമ്മാവനില്ലേ ചെരുപ്പൂത്തി ഗോപാലൻ, അങ്ങേർക്ക് ലോട്ടറി അടിച്ചു. 25 ലക്ഷവും കാറും. ഓ, വെറുതെ ആയിരിക്കുമെന്നേ. വെറുതെ ഒന്നുമല്ല, കാശ് വാങ്ങാൻ പോയിരിക്കുക 2 ഡ്രൈവർമാരുമായിട്ട്. 2 ഡ്രൈവർമാരോ? ഒന്ന് അങ്ങോട്ട് പോവാൻ, മറ്റേ ഡ്രൈവർ ഗോപാലന്റെ കാർ തിരിച്ചു കൊണ്ടുവരാൻ. പറ്റുകാശ് കൊടുക്കാത്തതിന് ഗോപാലിനെ ചീത്ത വിളിച്ചതാരാണ്? വാക്കേറ്റമായി അവന്റെ മേലെ ചുടുവെള്ളം കോരി ഒഴിച്ചതാരാ? സൂക്ഷിച്ചോ ചേട്ടാ, അയാള് പ്രതികാരം ചെയ്യും. അത് നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇതിലും വൃത്തിയുള്ള ഹോട്ടൽ, ചായയിൽ നല്ല പാല്, പുട്ടിന് ഫ്രീയായി കടല, ചോറിന് 3-4 കൂട്ടാൻ. സൂക്ഷിച്ചോ. ആ, ഇനി ഇപ്പൊ അവന്റെ ജാടയും കാണണം.